ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കാതെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഡെയിലി ചെയ്യാറുള്ള നൈറ്റ് ക്ലീനിങ് റൊട്ടീനാണ് കാണിക്കുന്നത്. അന്നത്തെ രാത്രി ദോശയായിരുന്നു. നമ്മൾ ദോശ ചുട്ട ഉടനെ ഒരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും, നല്ല ക്രിസ്പിയും ആവും. പിന്നെ ഇതൊരു സ്പെഷ്യൽ ചട്നിയാണ്. ഉള്ളി, തക്കാളി, ഇഞ്ചി, തേങ്ങയൊക്കെ കൂടെ ചേർത്തിട്ട് ഇത് ഞാൻ ഇടാം കേട്ടോ ഈ റെസിപ്പി. രാത്രി ഡിന്നർ ഞങ്ങളുടെ ഒരു 8 to 9 കഴിയും. അതിനുശേഷം പാത്രങ്ങളെല്ലാം വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാത്രം എപ്പോഴും വാഷ് ചെയ്ത ശേഷം കമിഴ്ത്തി വെക്കണം. ഇങ്ങനെ ഓപ്പണിൽ തുറന്ന് വെക്കരുത്, കാരണം അതിനകത്തുള്ള വെള്ളം എല്ലാം വെടിഞ്ഞു പോകണം. ഞാൻ ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും, പക്ഷേ എന്നാലും ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. പാത്രമെല്ലാം വാഷ് ചെയ്ത ശേഷം ഞാൻ ഇങ്ങനെ ഒരു ടബിൽ വെക്കാറുണ്ട്. ടബിന് താഴെയായിട്ട് ഒരു ബേസിനും വെച്ചിട്ടുണ്ട്, കാരണം വെള്ളമൊക്കെ താഴെ ബേസിനിലേ ആവുള്ളൂ, പുറത്തൊന്നും ആവില്ല. നമ്മൾ ഈ ടബിൽ വെക്കുമ്പോഴും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കമിഴ്ത്തിയിട്ട് തന്നെ വെക്കണം. അപ്പോഴേക്കും രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. രാവിലെയാണ് ഞാൻ പ്രോപ്പർ പ്ലേസിൽ ഇതെല്ലാം വെക്കുന്നത്. ഞാൻ പല വീടുകളിലും ടബ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ താഴെ ഇങ്ങനെ ഒരു ബേസിൻ വെക്കുകയാണെങ്കിൽ വെള്ളം അതിനകത്തേ പോകുള്ളൂ. രാവിലെ എടുത്ത് അത് കളയുകയും ചെയ്യാം. ഇതൊരു ടിപ്പായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ക്ലീനിങ്ങിന് വേണ്ടി ഞാൻ ടബ് താഴെ വയ്ക്കുകയാണ്. പിന്നെ അടുത്തത് എൻ്റെ ഗ്യാസ് സ്റ്റോപ്പ് ക്ലീനിങ് ആണ്. ഞാൻ ഡിഷ് വാഷർ ലിക്വിഡാണ് ഇതിന് യൂസ് ചെയ്യുന്നത് ഡെയിലി. സ്റ്റാൻഡ് ഞാൻ മാറ്റുകയാണ്, നമുക്ക് ക്ലീനിങ്ങിന് അതാണ് സൗകര്യം. ഒരു പ്ലാസ്റ്റിക് സ്ക്രബ്ബർ കൊണ്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യണം. ഡെയിലി നമ്മൾ ഇതേപോലെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഡീപ്പ് ക്ലീനിങ് വല്ലപ്പോഴേ ആവശ്യം വരുള്ളൂ. എൻ്റെ ക്ലീനിങ് റൊട്ടീൻ ഒരു 15 മിനിറ്റ്സിൽ തീരും, കാരണം എനിക്ക് വലിയ കിച്ചണല്ല, വളരെ ചെറിയ കിച്ചണും ആ ഒരു ചെറിയ സ്പേസേ ഉള്ളൂ കൗണ്ടർ ടോപ്പായിട്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ജോലിയും പെട്ടെന്ന് തന്നെ കഴിയും. നെക്സ്റ്റ് ഞാൻ സ്പോഞ്ച് കൊണ്ട് നന്നായിട്ട് തുടച്ചെടുക്കും. ഒരു 2-3 പ്രാവശ്യം തുടച്ചെടുത്താൽ പെട്ടെന്ന് ക്ലീനായി കിട്ടും. പിന്നെ ഒരു തുണി കൊണ്ട് സ്റ്റൗവിന് താഴെയായിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യും കൗണ്ടർ ടോപ്പ്. എനിക്ക് 2 പ്ലേറ്റ്സ് ഉള്ള കാരണം താഴെയൊന്നും ആവാറില്ല, എന്നാലും ഡെയിലി ക്ലീനിങ് ആവശ്യമാണ്. ഈ സ്റ്റാൻഡുകൾ നന്നായിട്ട് തുടച്ച ശേഷം പ്രോപ്പറായിട്ട് തന്നെ വെക്കാം. പിന്നെ ഞാൻ ചെയ്യുന്നത് മിക്സി ക്ലീനിങ് ആണ്. ജസ്റ്റ് ഒരു നനഞ്ഞ തുണി കൊണ്ട് ഡെയിലി തുടച്ചെടുക്കും. എന്തെങ്കിലും ആയാൽ തന്നെ ഞാൻ ഉടനെ തന്നെ തുടയ്ക്കണ കാരണം മിക്സി എപ്പോഴും ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കാറുണ്ട്. ക്ലീനിങ്ങിന് ശേഷം മിക്സി പ്രോപ്പർ പ്ലേസിൽ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത കൗണ്ടർ ടോപ്പ് ക്ലീനിങ് ആണ്. അതും ഞാൻ ഡിഷ് വാഷർ ലിക്വിഡാണ് യൂസ് ചെയ്യുന്നത്. ഡീപ്പ് ക്ലീൻ ചെയ്യണ സമയത്ത് മാത്രം നമ്മൾ വേറെ കാര്യങ്ങൾ വെച്ച് ക്ലീൻ ചെയ്യാം. പിന്നെ ഈ കിച്ചൺ വാൾ ടൈൽസും ഇതും ഡെയിലി തുടയ്ക്കും ഞാൻ. നെക്സ്റ്റ് സിങ്ക് ക്ലീനിങ് ആണ്. ഇത് ഞാൻ പാത്രം വാഷ് ചെയ്ത ശേഷം നന്നായിട്ട് വെള്ളം കൊണ്ടൊന്ന് കഴുകി കളയും ഫസ്റ്റ്. എന്നിട്ട് ഡിഷ് വാഷർ ലിക്വിഡ് തന്നെയാണ് ഇതിലും ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കും. സൈഡ് ടൈൽസ്, പിന്നെ സിങ്കിനകം, പുറമേ എല്ലായിടത്തും നന്നായിട്ട് സ്ക്രബ് ചെയ്യണം. പിന്നെ പൈപ്പും നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യും. പൈപ്പിന് ഞാൻ സ്റ്റീൽ സ്ക്രബ്ബറാണ് യൂസ് ചെയ്യണത്. ഞങ്ങളുടെ ഹാർഡ് വാട്ടർ ആയതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാനായിട്ട്. ഒരു ദിവസം കഴുകാതെ വിട്ടാൽ തന്നെ അത് നന്നായിട്ട് അഴുക്ക് പിടിക്കും. വെള്ളം കൊണ്ട് നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകിക്കഴിഞ്ഞാൽ നമ്മുടെ സിങ്ക് ക്ലീൻ ആവും. പിന്നെ ഞാൻ ഫൈനലായിട്ടൊരു ഡ്രൈ തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കും. അങ്ങനെ എൻ്റെ കിച്ചൺ നൈറ്റ് ക്ലീനിങ് റൊട്ടീൻ കഴിഞ്ഞിരിക്കുകയാണ്. കണ്ടില്ലേ ഇപ്പോൾ എത്ര ഭംഗിയായിട്ടുണ്ട് കിച്ചൺ കാണാനായിട്ട്. രാവിലെ നമ്മൾ കുളിച്ച് വന്ന് കിച്ചണിലേക്ക് കയറുമ്പോൾ ഇങ്ങനെ നീറ്റായിട്ടുണ്ടെങ്കിൽ നല്ലൊരു എനർജി കിട്ടും നമുക്ക് കുക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ പിറ്റേന്നേക്കുള്ള മിൽക്ക് ബോയിലറും ടീ ഇടാനുള്ള പാത്രങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ ഡേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.